ഒരു ക്യൂബിൻ്റെ വശം 25% വീതം കുറച്ച് മറ്റൊരു ക്യൂബ് ഉണ്ടാക്കുന്നു. ആദ്യ ക്യൂബിൻ്റെയും ഉണ്ടാക്കിയ ചെറിയ ക്യൂബിൻ്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുക. ഇവിടെ നമുക്ക് രണ്ട് ക്യൂബുകളാണ്. ആദ്യം യഥാർത്ഥ ക്യൂബ്, പിന്നെ അതിൻ്റെ ആ ഒരു നമുക്ക് തന്നിട്ടുള്ള ക്യൂബിൻ്റെ 25% കുറച്ചിട്ട് മറ്റൊരു ക്യൂബ്. ഈ രണ്ട് ക്യൂബിൻ്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു യഥാർത്ഥ ക്യൂബിൻ്റെ വ്യാപ്തം സൂത്രവാക്യം എ ക്യൂബാണ്, എ എന്ന് പറഞ്ഞാൽ വശം, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും അടുത്ത ക്യൂബ്, ഇതിപ്പോൾ ശരിക്കുള്ള ക്യൂബാണ്. അടുത്ത ക്യൂബ് എന്താ പറയണത്? വശം 25% കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ആ പുതിയ ക്യൂബിൻ്റെ വശം കാണുകയാണ്. ആദ്യ ക്യൂബിൻ്റെ വശം നമ്മൾ എന്തെടുത്ത എ, അടുത്ത ക്യൂബിൻ്റെ വശത്തെക്കുറിച്ച് എന്താ പറയുന്നത്? 25% കുറയാണ്. അതായത് ഇതിൻ്റെ 75%, ഇതിൻ്റെ വശം എത്രയാണോ അതിൻ്റെ 75% ഉള്ളൂ അടുത്തതിൻ്റെ വശം, അല്ലേ? ഈ ക്യൂബിൻ്റെ വശം എത്രയാണോ അതിൻ്റെ 25% കുറയുന്ന 75%. അപ്പോൾ ഇതിൻ്റെ വശം നമ്മൾ എന്തെടുത്തു? എ. അപ്പോൾ രണ്ടാമത്തെ ക്യൂബിൻ്റെ വശം എന്തായിരിക്കും? എ ഇൻറ്റു 75%. 75/100 എ ഇൻറ്റു നമ്മൾ 25 കൊണ്ട് വെടിച്ചുരുക്കുക. 3 25 25 4 100. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്യൂബിൻ്റെ വശം കിട്ടി എ ഇൻറ്റു 3/4. അതിൻ്റെ വ്യാപ്തം കാണുക. ഇനി വ്യാപ്തം സമം ഇതേ സൂത്രവാക്യം എന്താണ്? എ ക്യൂബ്. അപ്പോൾ എ എന്നുള്ളിടത്ത് നമ്മൾ ഇത് ഒന്നിച്ച് കൊടുക്കണം. എ ഇൻറ്റു 3/4 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ അർത്ഥം എനും ക്യൂബ് എടുക്കണം, 3/4 കൊടുക്കണം, ക്യൂബ് എടുക്കണം. അപ്പോൾ എന്റെ ക്യൂബ് എ ക്യൂബ്, 3/4 പറയുമ്പോൾ 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബ്, അടുത്ത ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബ് ഇൻറ്റു 27/64. ഇത് തമ്മിലുള്ള റേഷ്യോ കാണണം, അംശബന്ധം. അപ്പോൾ എ ക്യൂബ് ഈസ് ടു എ ക്യൂബ് ഇൻറ്റു 27/64. ഇതിൽ നമുക്ക് ഈ റേഷ്യോയിൽ എ ക്യൂബ് രണ്ടിലും കോമൺ ആണ്, പൊതുവാണ്. അത് വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ 1 ഈസ് ടു ഇവിടെ 27/64. ഇതാണ് റേഷ്യോ. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ റേഷ്യോ ഫ്രാക്ഷനായിട്ട് പറയാറില്ല, ഭിന്നസംഖ്യയായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഭിന്നസംഖ്യയെ മാറ്റണം. ഇത് ഭിന്നസംഖ്യ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 64 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 64 വെട്ടിപ്പോവും. പക്ഷേ ഇവിടെ മാത്രമായിട്ട് ഗുണിക്കരുത്, രണ്ടിലും ഗുണിക്കണം. അപ്പോൾ 1 ഇൻറ്റു 64 ഈസ് ടു 27/64 ഇൻറ്റു 64. 1 ഇൻറ്റു 64 64 ഈസ് ടു 64 വെട്ടി പോയിട്ട് 27. ഉത്തരം 64 ഈസ് ടു 27.